ഹലോ, ഹലോ, എവിടെയാണടോ? ഇവിടെ ഉണ്ട്. എന്താടോ ഇപ്പൊ ഞാൻ വിളിക്കുമ്പോ ഫോണൊന്നും എടുക്കാത്തെ? ഏ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ തിരക്കൊക്കെ ആയോണ്ടാവും. തിരക്കായോണ്ടാണോ അതോ എന്നെ മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ? അങ്ങനെയൊന്നുമില്ല. നീ എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഏ അങ്ങനെ തോന്നിയോ? അങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങി. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. എന്താടോ അങ്ങനൊക്കെ പറയണേ? ഞാനിപ്പോ എന്താ പറയാ? ആരെങ്കിലും എന്റെ ജീവിതത്തിലും വീണ്ടും വന്നോ? നിനക്ക് എപ്പോഴും തിരക്കല്ലേ. എന്റെ അവസ്ഥ കൊണ്ടല്ല, നിനക്കും കൂടി വേണ്ടിയിട്ടല്ലോ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. എനിക്ക് എന്റെ സന്തോഷം നോക്കണ്ടേ? എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം തുലക്കണോടോ? ഞാനിപ്പോ എന്താ പറയാ? എനക്കൊന്നും പറയാനുണ്ടാവില്ലല്ലോ, കാരണം തെറ്റെല്ലാം എന്റെ ഭാഗത്ത് മാത്രമാണല്ലോ അല്ലേ? ഞാൻ വിളിക്കുമ്പോഴൊക്കെ നിങ്ങള് തിരക്കണം. നിങ്ങൾ എന്നോടൊന്ന് മര്യാദ സംസാരിക്കാൻ നിങ്ങൾക്ക് നേരെയില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ നേരെയില്ല. എന്റെ സങ്കടം കേൾക്കാൻ നേരെയില്ല. സന്തോഷം കേൾക്കാൻ നേരെയില്ല. ഒന്നിനും നിങ്ങൾക്ക് നേരില്ല. ഫുൾ ടൈം ബിസിയാണ്. ഇതൊക്കെ പരാതിയായിട്ട് മനസ്സിലുണ്ടായിട്ടാണ് ഇത്രയും കാലം എന്നെ ഒരു കോമാളിയായിട്ട് നടത്തിച്ച്. എനിക്കറിയില്ല എന്താ പറയണ്ടേ. ഇന്നിപ്പോ എന്നും ഒരേപോലെ ആയിക്കോളുന്നില്ലല്ലോ. മനുഷ്യരല്ലേ, മാറും. ശരിയാണ്, മനുഷ്യരാണ്, മാറും. പക്ഷെ അത് മറ്റുള്ളവർ കോമാളിയാക്കിക്കൊണ്ടാവരുത് കേട്ടോ. ഞാനൊന്നും മനഃപൂർവ്വം വേണമെന്ന് വെച്ച് ചെയ്തതൊന്നുമല്ല. നിങ്ങളായിട്ട് ഓരോന്ന് വരുത്തി വെച്ചത്. നിങ്ങളുടെ ഓരോ തിരക്കിന്റെ ഇടയിലും എന്നെ മറന്നു. ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്നെ വിളിക്കുന്ന പോലെ നിങ്ങളെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന ടൈമുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ അവിടെ എനിക്ക് വേറെ ഒരാളെ വേണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ ആയിപ്പോയതാ. നല്ലതാ. കാരണം എന്താ അറിയോ, എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എത്ര കാലം കഴിഞ്ഞാലും ഞാൻ കഷ്ടപ്പെടുന്ന നിനക്ക് കൂടി വേണ്ടിയിട്ടാണെന്നല്ലോ എന്ന് ചിന്ത നിന്റെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനൊരു പൊട്ടനാണ്. എല്ലാരും ഒരുപോലെ അല്ലല്ലോ അല്ലേ? എനിക്കറിയില്ല എന്താ പറയണ്ടേ. വേണ്ടടോ, ഞാൻ ഒരിക്കലും ഇടയ്ക്കൊരു ശല്യമായിട്ട് വരുമൊന്നുമില്ല. അതുകൊണ്ട് ഈ പേടിക്കണ്ട. എന്തോ പെട്ടെന്ന് അങ്ങനെ അറിഞ്ഞപ്പോ ഒരു ഒരു സങ്കടം പോലെ. നിങ്ങളെന്നെ ശപിക്കരുത് കേട്ടോ. ഇല്ലടോ, അങ്ങനൊന്നും എന്നെ കൊണ്ട് പറ്റുമോ? അങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ശ്രമിക്കാം, ഒരിക്കലും എന്റെ മുന്നിലോ വഴിയിലോ വരാതെ ഇരിക്കാൻ വേണ്ടിട്ട് ഞാൻ ശ്രമിക്കാം. എവിടെയായാലും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല. പോട്ടെ.